യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ടിരിക്കുകയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹോദരനുമായും കാന്തപുരം സംസാരിച്ചിരുന്നു. തന്റെ സുഹൃത്തും യമനിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിൻ ഹഫീലുമായാണ് കാന്തപുരം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടത്. കൂടാതെ യമൻ ഭരണകൂടവുമായും അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതായി കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചാണ്ടിയുമൻ MLAയും കാന്തപുരത്തിന്റെ അടുത്തെത്തി നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പ്രശസ്ത സുന്നി സൂഫി ഇസ്ലാമിക പണ്ഡിതനാണ് ഹബീബ് ഉമർ ബിൻ ഹഫീസ്. ഇദ്ദേഹം യമനിൽ സ്ഥാപിച്ച ദാറൽ മുസ്തഫ ഇസ്ലാമിക പഠന കേന്ദ്രം വളരെ പ്രശസ്തമാണ്. ആ സ്ഥാപനത്തിന്റെ ചാൻസലർ കൂടിയാണ് ഹഫീസ്. വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് ഈ മതപഠന കേന്ദ്രത്തിലേക്ക് ധാരാളം വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. യമൻ ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അദ്ദേഹം. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കുമെന്ന പബ്ലിക് പ്രോസിക്യൂഷന്റെ ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. കുടുംബത്തിന് ദയാധനം നൽകി ശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം പറയുന്നുണ്ട്. നിമിഷപ്രിയ തടവിൽ കഴിയുന്ന സനായിലെ ജയിൽ അധികൃതർക്കാണ് ഈ ശിക്ഷ നടപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ള കത്ത് ലഭിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ആ കത്ത് നൽകിയതെന്നാണ് ലഭിക്കുന്ന വിവരം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വധശിക്ഷ നടപ്പിലാക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് കോടതി ഹർജി പരിഗണിക്കുന്നത്. ഈ വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ച നടപടികളും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ ഇന്ന് അറിയിക്കും. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പ്രശ്നത്തിൽ ഇടപെട്ടതോടെ കേന്ദ്രം നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെട്ട കേസിൽ 2017 മുതൽ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. കൊലപാതകത്തിൽ നിമിഷപ്രിയക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും 2018 വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. കീഴ്ക്കോടതി വിധി യമനിലെ സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തി മകളുടെ മോചനത്തിനു വേണ്ടി ശ്രമം നടത്തിയിരുന്നു. അതിനിടെ വധശിക്ഷ നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ യമൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ വധശിക്ഷ ഈ മാസം 16 തന്നെ, അതായത് മറ്റന്നാൾ നടപ്പാക്കും എന്നാണ് വിവരം. ഇത് മരവിപ്പിക്കാനും നിമിഷപ്രിയയെ മോചിപ്പിക്കാനും കേന്ദ്ര സർക്കാർ ഇടപെടൽ തേടി ആക്ഷൻ കൗൺസിലിനായ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും കത്തയച്ചിട്ടുണ്ട്. വിഷയത്തിൽ ഇന്ത്യൻ എംബസി അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. ഒപ്പം വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും മുഖ്യമന്ത്രി കത്തയച്ചിരുന്നു. എന്തെങ്കിലും നടപടികൾ ഇന്നോ നാളെയോ ആയിട്ട് ഉണ്ടാകണം. അല്ലാത്ത പക്ഷം യമൻ ഭരണകൂടം ആ വധശിക്ഷ നടപ്പാക്കുക